നമസ്കാരം. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണെന്നാണ് വെപ്പ്. സംഭവം അച്ചമ്മ പാർട്ടിയുടെ നേതാവാണെങ്കിലും ഇന്ത്യയിലെ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവ് കൂടിയാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ രാജ്യം എപ്പോഴൊക്കെ തല ഉയർത്തി നിൽക്കുന്ന അവസരം വന്നുവോ അന്നൊക്കെ ശ്രീമാൻ രാഹുൽ ഗാന്ധി ദുഃഖത്തിലും കൺഫ്യൂഷനിലുമാണ്. പാകിസ്ഥാനിൽ പോയിട്ട് പാകിസ്ഥാനെ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാനെ നിലംപരിശാക്കിയ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് രാജ്യം ഒന്നടങ്കം ഇന്ത്യയുടെ പട്ടാളക്കാരുടെ പുറകിൽ അണിനിരന്ന സമയത്ത് ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് ഇതേ ദുഃഖവും കൺഫ്യൂഷനും ഫീൽ ചെയ്തു. അപ്പൊ അന്ന് അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത് ഈ യുദ്ധത്തിൽ ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇനി ബ്രിട്ടനെയും ജപ്പാനെയും പിന്തള്ളിക്കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറിയ സമയത്ത്, ലോകത്തെ ഏറ്റവും പേസിൽ വളരുന്ന GDP ആയിട്ട് ഇന്ത്യ മാറിയ സമയത്ത് ലോകത്തിന് ഒരാൾക്കും യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ ഇന്ത്യയാണ് ഇനി ലോകത്തെ ഏറ്റവും പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സമ്പദ് വ്യവസ്ഥ എന്ന് പറയാൻ യാതൊരു മടിയുമില്ലാത്ത സമയത്ത് ഇതേ ദുഃഖവും കൺഫ്യൂഷനും രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായി. അപ്പൊ അന്ന് അദ്ദേഹം ഇന്ത്യ ഇക്കോണമിയെ വിശേഷിപ്പിച്ചത് ഡെഡ് ഇക്കോണമി എന്നുള്ളതാണ്, മരിച്ച ഇക്കോണമി എന്നുള്ളതാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മിനിഞ്ഞാന്ന് ഞായറാഴ്ച പാകിസ്ഥാനികളെ പൊടിയാക്കിക്കൊണ്ട് ഇന്ത്യ ഏഷ്യ കപ്പ് ഉയർത്തിയ സമയത്ത്, കപ്പ് ഉയർത്തിയില്ല, ജേതാക്കളായ സമയത്ത് ഇതേ കൺഫ്യൂഷൻ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹം ഈ വിജയം കഴിഞ്ഞിട്ട്, ഈ ത്രസിപ്പിക്കുന്ന വിജയം കഴിഞ്ഞിട്ട് 36 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ കളിക്കാരെ ഒന്ന് അഭിനന്ദിക്കാനോ ഇന്ത്യ ജേതാക്കളായതിൽ ഒരു സന്തോഷം പ്രകടിപ്പിക്കാനോ അദ്ദേഹം ഇതുവരെ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പോലും രാഹുൽ ഗാന്ധിയും കോൺഗ്രസുകാരും അറിഞ്ഞിട്ടില്ല. ഈ കോൺഗ്രസുകാരും അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ കാരണം, ഞാൻ രാഹുൽ ഗാന്ധി ഇനിയിപ്പോ ഈ വോട്ട് ചോരിയുടെ തിരക്കൊക്കെ ആയതുകൊണ്ട് പുള്ളി ഈ കളി കാണാൻ സമയം കിട്ടാത്തതാണോ എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അപ്പൊ അങ്ങനെ ഞാൻ പ്രിയങ്ക ഗാന്ധിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും സോണിയാഗാന്ധിയുടെയും മല്ലികാർജ്ജുന ഖാർഗെയുടെയും KC വേണുഗോപാലിന്റെ ഒക്കെ കയറി നോക്കിയപ്പോൾ അവരൊന്നും ഈ സംഭവമേ അറിഞ്ഞിട്ടില്ല. ഇന്ത്യ എങ്ങനെ ജയിച്ചിട്ടുള്ള ഒരു വിഷയം, അങ്ങനെ ഒരു കളി നടന്നതായിട്ടോ കപ്പെടുത്തതായിട്ടോ ഈ പറയുന്ന കോൺഗ്രസ്സുകാർ അറിഞ്ഞിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 8.7 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഫേസ്ബുക്ക് പേജ് എടുത്തു നോക്കി, അതിലും ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പോ ഇന്ത്യ ജയിച്ചതിൽ ഇവർക്ക് സന്തോഷമില്ലാതിട്ടാണോ അതോ പാകിസ്ഥാൻ തോറ്റതിൽ ദുഃഖം കൂടിയിട്ടാണോ എന്നറിയില്ല. അത്തരത്തിലുള്ള ഒരു കമന്റും ഒരു അഭിനന്ദനമോ കളിക്കാരെ അഭിനന്ദിച്ചുകൊണ്ടിട്ടുള്ള ഒരു പോസ്റ്റോ ഒന്നും തന്നെ ഈ പറയുന്ന ഇവരുടെ എവിടെയുമില്ല. അപ്പൊ കോൺഗ്രസുമായിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരും രാഹുൽ ഗാന്ധി തുടങ്ങിയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊന്നും ഇന്ത്യയുടെ വിജയത്തെ, പ്രത്യേകിച്ച് പാകിസ്ഥാനെ തോൽപ്പിച്ചിട്ടുള്ള ഇന്ത്യയുടെ വിജയത്തെ സന്തോഷിക്കാനുള്ള ഒരു വകയായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യ കപ്പ് മേടിക്കാത്തതിലും ഷെയ്ക്കൻഡ് കൊടുക്കാത്തതിലും പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാത്തതിലൊക്കെ വലിയ ദുഃഖവും ഇവർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത് അപമര്യാദയായിട്ട് പോയി സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ല, ആനയാണ്, കൂനിയാണ്, പിടിയാണ് എന്നൊക്കെ അതൊക്കെ പറയാൻ കോൺഗ്രസുകാർക്ക് നാവുണ്ട്. പക്ഷേ ഇന്ത്യ ജയിച്ചതിൽ ഒരു അഭിനന്ദനം കൊടുക്കുവാനോ അല്ലെങ്കിൽ അതിനെ ഒരു ആവേശം